أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. فقد قال رسول الله صلى الله عليه وسلم قال عروة بن الزبير لقد تصدقت عائشة رضي الله عنها ب50,000 وإن ذرعها لمرقع إلى آخر الحديث. شفيعنا رسول الله. ഖുർആനും സുന്നത്തും മതവിജ്ഞാനം പൂമാനമർക്കാതെ നേടിയെടുത്തുവാനോളം പൂന്തിങ്കൾ പോലെ നീതിനിൻ വഴിയിൽ പൊന്നാരാനും വെള്ളക്കാർക്കെതിരായവർ മുന്നിട്ട് നമ്മുടെ നാട്ടിൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ ഉതിർത്തിട്ട് തിമിരം മൊത്തൊരു വെള്ളക്കാർക്ക് നികുതി കൊടുത്തില്ല. കാതി നീതി മനോമർക്കാതെ വെള്ളിയങ്കോട് നാട്ടിലെ കാളി വിലപ്പെട്ട കേളി മിതാതവനരുളി വിശ്വമെങ്ങും പ്രകീർത്തന മഹാനായി വാഴ്ത്തിടുമുമർ കാളി. കൂറ്റൻ പട്ടാളക്കാരുടെ ജയിലറമണിയറയാക്കുന്നേ കൂറന്നും വീറന്നുള്ള നാട്ടിന് വേണ്ടി കാട്ടുന്നേ കൂശാതെയുമർക്കാതെ നെഞ്ചി വിരിച്ച് നടക്കുന്നേ അറബിക് കവിത വിരിയിച്ച് അറിവിന്നക്ഷരമാലകളാലെ ഉലമാക്കളിൽ കങ്കേമനായി നീതിമാനുമർക്കാതെ വെള്ളിയങ്കോട് നാട്ടിലെ കാളി വിലപ്പെട്ട കേളി മിതാതവനരുളി വിശ്വമെങ്ങും പ്രകീർത്തന മഹാനായി വാഴ്ത്തിടുമുമർ കാളി. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ ദിവസം നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്കെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹുവേ നീ പൊറുക്കണ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിനും ഉംറയ്ക്കും പോയ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നും പോയ മുഴുവൻ മുഅ്മിനീങ്ങളെയും അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഒരു പ്രത്യേകമായി മെസ്സേജ് വിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ദുആ ചെയ്യണം ഉസ്താദ്. ഞങ്ങൾ മദീനയിലാണ്, സിയാറത്തിന് വന്നതാണ് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് പൊറുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിൽ അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണം റബ്ബേ. പരിപൂർണ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും ഹജ്ജിനും ഉംറയ്ക്കും പോകാനുള്ള ഭാഗ്യം നൽകണം റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണം അല്ലാഹ്, ദില്ലത്തിലാക്കല്ല റബ്ബേ. ജീവഹാനി, മാനഹാനി, സാമ്പത്തിക നഷ്ടം, അഭിമാനക്ഷതം എല്ലാം നീ തട്ടി നീക്കണം റബ്ബേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുറകിലിരിക്കുന്ന മക്കളൊക്കെ ഇങ്ങോട്ട് കയറി വാ. വെള്ളിയാഴ്ച ദിവസം നമ്മള് ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്ന ആള് ഇങ്ങനെ കാല് ചവിട്ടി അടുത്തൊരാളുടെ ഈ ചുമലിന്റെ മുകളിൽ കാല് വന്നു കഴിഞ്ഞാൽ അവന് ജുമാ നഷ്ടപ്പെടുന്നു. അത് ഗുരുതരമായ തെറ്റാണ്.
അപ്പൊ വരുന്നവർ അങ്ങനെ സഫ് പൂർത്തിയാക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ വരുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് കയറിയിരിക്കാൻ അവരുടെ തോള് ചവിട്ടി കിടക്കേണ്ട ആവശ്യമില്ല. അത് ഗുരുതരമായ ഒരു തെറ്റാണ്. നബിതങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ ഇപ്രകാരം കാണാം: ഒരാൾ വെള്ളിയാഴ്ച ദിവസം عن سلمان الفارسي رضي الله عنه أنه قال قال النبي صلى الله عليه وسلم لا يغسل رجل يوم الجمعة يتطهر ما استطاع من الطهر. വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ ഒരാൾ കുളിച്ച് നല്ല ഫ്രഷായി സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒന്ന് കൂട്ടിക്കോ. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നുള്ള നിലക്ക് ഒരാൾ നന്നായി കുളിച്ച് വൃത്തിയായി കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലെ നജസുകൾ നീക്കാം, നഖങ്ങൾ വെട്ടാം, മീശ വെട്ടാം, താടി ഒതുക്കാം, പിന്നെ എന്താണ് തലമുടി വെട്ടാം, അങ്ങനെയുള്ള സുന്നത്തുകളെല്ലാം ചെയ്തു മസ്തത്താഅ മിന തുഹരി, എന്തെല്ലാം നിലക്ക് ശുദ്ധിയാകാൻ പറ്റുമോ ആ നിലക്കെല്ലാം നല്ല ഫ്രഷായി വെള്ളിയാഴ്ച രാവിലെ തന്നെ. വീട്ടിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടായി, നല്ല ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ, അത് നല്ല പോലെ എടുത്ത് തലയിൽ അങ്ങനെ തൂത്തോ. വീട്ടിലുള്ള നല്ല സുഗന്ധവും പൂശി നന്നായിട്ട് തലമുടിയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്നപ്പോ ബാക്കിയില് 2-3 സഫ് നിറച്ചിങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നോണ്ട് ഫ്രണ്ടിലൊക്കെ 2-3 സഫ് ആള് കുറവാ. വന്ന ആള് വിചാരിച്ച് പഠിച്ചവനെ അപ്പുറത്തേക്ക് പോവാൻ പിള്ളേർ രണ്ടുപേരൊന്നും മാറ്റി കാല് കവച്ച് ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചാൽ രണ്ടാളുകളുടെ ഇടയിൽ അവൻ തോള് ചവിട്ടി കിടക്കാതിരിക്കുകയും എന്നിട്ട് അവന് പറ്റുന്ന വിധത്തിൽ പള്ളി കയറി തഹയ്യത്തിന്റെയും അതുപോലെ ഒളുവിന്റെയും ജുമാക്ക് മുമ്പുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് കഴിയുന്ന വിധത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു, സുന്നത്ത് നിസ്കരിച്ചു. അങ്ങനെ എല്ലാ അമലുകളും ചെയ്ത് ഇമാമ ഖുതുബ ഓതുന്ന സമയത്ത് അവനൊന്നും സംസാരിക്കുകയും ചെയ്തില്ല എങ്കിൽ ഈ വെള്ളിയാഴ്ച ജുമാ തൊട്ട് അടുത്ത വെള്ളിയാഴ്ച ജുമായുടെ ഇടയിലുള്ള എല്ലാ പാപങ്ങളും അവന് പുറത്തു കൊടുക്കും. അപ്പൊ ആ ഹദീസിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഒരു നിരോധനമാണ്. എല്ലാം വെള്ളിയാഴ്ച ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്തു, പക്ഷെ അവൻ രണ്ടാളുകളുടെ ചുമല് ചവിട്ടി കടന്നില്ല എങ്കിലും അപ്പൊ അത് ഗുരുതരമായ ഒരു തെറ്റാണ്. വെള്ളിയാഴ്ച ജുമാക്ക് എന്താണ് ഖത്തീബന്മാരോ അല്ലെങ്കിൽ ആരും ആവട്ടെ വരുന്ന സമയത്ത് രണ്ടാളുകളുടെ ചുമൽ ഇങ്ങനെ ചവിട്ടി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ ജുമാക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഗുരുതരമായ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ തിരുത്തേണ്ടതാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റുകൾ സംഭവിക്കാത്ത ഒരേ ഒരാൾ അശ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന് മാത്രമാണ് തെറ്റ് സംഭവിക്കാതിരുന്നിട്ടുള്ളൂ. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ലയസുൽ ഖതായ മിൻ ഉസൂലി ശഅരി ഇസ്തിഅലാല. വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ശുദ്ധിയാകുന്നത് തന്നെ മിൻ ഉസൂലി ശഅരി ഇസ്തിഅലാല. ഒരു മനുഷ്യന്റെ നബി തങ്ങൾ പറയുന്നു, ജുമാ ദിവസം കുളിക്കുന്നത് രോമത്തിന്റെ അടിഭാഗത്ത് നിന്ന് പോലും പാപങ്ങളെ അല്ലാഹു തആല ഊരിക്കളയുന്നതാണ്. നബി മുഹമ്മദ് മുസ്തഫ രോമത്തിന്റെ അടിയിലെ പാപങ്ങൾ പോലും അല്ലാഹു തആല ഊരിക്കളയും. എന്ത് ചെയ്ത വെള്ളിയാഴ്ച ആണല്ലോ എന്ന് വിചാരിച്ച് കുളിച്ചാൽ തന്നെ. അപ്പൊ വെള്ളിയാഴ്ചയാണല്ലോ എന്ന് വിചാരിച്ച് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാലുള്ള കൂലി എന്താ? നബി തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കാന യൗമുൽ ജുമുഅത്തി വഖഫത്തിൽ മലായികതു അലാ ബാബിൽ മസ്ജിദി. വെള്ളിയാഴ്ച ദിവസമായാൽ
മലക്കുകൾ അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ആ മലക്കുകളതാ വഖഫത്തിൽ മലായികത്തു അലാ ബാബിൽ മസ്ജിദി വെള്ളിയാഴ്ച ദിവസമായാൽ പള്ളിയുടെ വാതിലുകളിൽ അതാ മലക്കുകൾ ഇങ്ങനെ വന്ന് തമ്പടിച്ച് നിൽക്കുകയാണ്. എന്നിട്ടോ യക്തുബൂനൽ അവ്വല ഫൽ അവ്വല ആദ്യം വരുന്നവരെ ആ മലക്കുകൾ ഇങ്ങനെ എഴുതി വയ്ക്കും. യക്തുബൂനൽ അവ്വല ആദ്യം വരുന്ന ആളെ വെള്ളിയാഴ്ചയാണ് ആദ്യമായി പള്ളിയിൽ ജുമുഅ നിസ്കരിക്കാൻ വന്ന ആൾ, അത് ഇന്ന വീട്ടിലെ ഇന്നയാളാണ്. ആ മലക്ക് അങ്ങനെ എഴുതി വയ്ക്കുന്നു. എന്നിട്ടോ മസലുൽ മുഹജ്ജിനി കമസലിൽ ലദീ യുഹദി ബദനതൻ അങ്ങനെ ആദ്യമായി പള്ളിയിലേക്ക് വന്നിട്ട് അവന് കൊടുക്കുന്നത് ഒരു ഒട്ടകം അറുത്ത് ദാനം ചെയ്ത കൂലിയാണ്. രണ്ടാമത് പള്ളിയിലേക്ക് വന്ന ആൾക്ക് മലക്കുകൾ എഴുതുന്നത് ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത കൂലിയാണ്. മാത്രമല്ല മൂന്നാമത് പള്ളിയിലേക്ക് വന്ന ആൾക്ക് എഴുതുന്നത് ഒരു ആടിനെയാണ്. നാലാമത് പള്ളിയിലേക്ക് ജുമാ നിസ്കാരത്തിന് വന്ന ആൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് ഒരു പൂവൻകോഴിയെ അറുത്ത് ദാനം ചെയ്ത കൂലിയാണ്. പിന്നെ അഞ്ചാമതായി പള്ളിയിലേക്ക് കടന്ന ആൾക്ക് മലക്കുകൾ എഴുതുന്നത് ഒരു കോഴിമുട്ട ദാനം ചെയ്ത കൂലിയാണ്. ഫൈദാ ഖറജൽ ഇമാമു തവ്വഉ സുഹഫഹും വയസ്തമിഊന ദിക്റാ ഇമാം അങ്ങനെ പള്ളിയിലേക്ക് വന്നാൽ അവർ പിന്നെ എല്ലാ അമലുകളും നിറത്തി വച്ചിട്ട് അവരുടെ ഏടുകളെല്ലാം മറച്ചു വെച്ചിട്ടാര് മലക്കുകൾ. ഇമാം പള്ളിയിലേക്ക് വന്നാൽ മലക്കുകൾ അവരുടെ ഏടുകൾ മടക്കി വയ്ക്കും. വയസ്തമിഊന ദിക്റാ ശഫീഉനാ റസൂലുള്ളാഹി. ഇമാമ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മലക്കുകളൊക്കെ അവരുടെ ഏടുകളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് മലക്കുകളുടെ പണി എന്താണെന്നറിയോ? പിന്നെ ഇമാമിനെ ശ്രദ്ധിച്ച് കേൾക്കലാണ്. സാന്ദർഭികമായി പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത്. വെള്ളിയാഴ്ച ദിവസം നബിതങ്ങൾ തമാശയ്ക്ക് പോലും കളവ് പറയാത്ത നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ ലോകം അവസാനിക്കുന്ന ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ചതും വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പേടിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ലോകാവസാനം ഈ ദിവസത്തിലാകുമോ എന്നുള്ള പേടിയാണ്. ഈ ദിവസത്തിലെങ്ങാനും അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ലോകം അവസാനിക്കുമോ എന്ന ചിന്തയിലുള്ള ആരെല്ലാമാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. മനുഷ്യേതര ജീവജാലങ്ങൾ എന്താണ്? മൃഗങ്ങൾ, സസ്യലതാദികൾ, അരുവികൾ, തോടുകൾ, പർവ്വതങ്ങൾ, ആകാശങ്ങൾ, വാനലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവനും പേടിയാണ്. ലോകം അവസാനിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ബാക്കി മുഴുവൻ ആളുകൾക്കും മുഴുവൻ വസ്തുക്കൾക്കും വെള്ളിയാഴ്ച ദിവസത്തെ പേടിയാണ്. പരിഗണിക്കണം നമ്മൾ. ഒരുപാട് ഹദീസുകളുണ്ട്, ഒരുപാട് ആയത്തുകളും ഹദീസുകളും വെള്ളിയാഴ്ചയെ കുറിച്ചുണ്ട്. അതിനെ നമ്മൾ പരിഗണിക്കണം. 4666 ആയത്തുകളുള്ള ലോകം അവസാനിച്ചാലും നശിക്കാത്ത ഒരു ഗ്രന്ഥം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനാണ്. ലോകം അവസാനിച്ചാലും ലോക അവസാനം വരെ നിലനിൽക്കുമെന്ന് അല്ലാഹു തആല അവന്റെ കലാമിലൂടെ അറിയിച്ച ഒരു ഗ്രന്ഥം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഖുർആനാണ്.
ആ ഖുർആനിൽ 6666 ആയത്തും 114 സൂറത്തുകളുമുണ്ട്. ആ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജുമുഅ. 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജുമുഅ എന്നാണ്. എന്തിനാ സൂറത്തുൽ ജുമുഅ? വെള്ളിയാഴ്ചയെ പരിഗണിക്കണം, അതിനെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ലോകാവസാനം വരെ നിൽക്കുന്ന ഈ ഗ്രന്ഥത്തിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജുമുഅ എന്നാണ്. അതിനെ നിങ്ങൾ പരിഗണിക്കണേ. ജുമാ ദിവസമായാൽ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കപ്പെട്ടാൽ, നിങ്ങൾക്ക് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങളെല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തോ. നിങ്ങൾ എന്ത് തിരക്കാണെങ്കിലും അത് നിർത്തിക്കോ, നിങ്ങൾ എന്ത് ജോലിയാണെങ്കിലും അത് നിർത്തിക്കോ. ഫസ്ഔ, നിങ്ങൾ ധൃതി കൂട്ടണം, ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച ദിവസത്തിന്റെ നിസ്കാരത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണേ. നിങ്ങൾ കച്ചവട സ്ഥാപനങ്ങളിലാണ്, നിങ്ങൾ നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലാണ്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലാണ്, അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അങ്ങനെ ഒരു സൂറത്ത് തന്നെ കൊടുത്തിട്ട് ആ സൂറത്തിൽ തന്നെ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക, ഷട്ടറുകൾ ഇട്ടുകൊണ്ട് നിങ്ങളുടെ കടകൾ കമ്പോളങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഏറ്റവും ഖൈറാണ്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും റാഹത്താണ്. ആ ദിവസം നിങ്ങൾ അല്ലാഹുവിന്റെ നിസ്കാരത്തിലേക്ക്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. ഇങ്ങനെ ധൃതി കൂട്ടണമെന്നും ആ ദിവസത്തിൽ നിങ്ങൾ ഒരു കുറ്റകൃത്യങ്ങളും ചെയ്യരുത്. പള്ളിയിൽ വന്നാൽ, നിസ്കരിക്കാൻ വന്നാൽ, പല നാടുകളിലും നിസ്കരിക്കാൻ വെള്ളിയാഴ്ച മാത്രമേ വരുള്ളൂ. വന്നാൽ തന്നെ ഖത്തീബ് ഇന്ന് ഏത് ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഖത്തീബ് ഇന്ന് കുത്തുബയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എവിടെയാണ് തെറ്റ്, കണ്ണും കുഞ്ഞി കണ്ണുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചില ആളുകൾ. ചില മഹല്ലുകളിൽ അങ്ങനെയാണ്. ഉസ്താദിന്റെ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഖത്തീബിനും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയോ, നിസ്കാരം കഴിഞ്ഞ് സലാം എത്തുമ്പോ കമ്മിറ്റിക്കാരോട് പറയാം, പുള്ളിയുടെ കുത്തുബ ശരിയല്ല, പുള്ളിയുടെ ഓത്ത് ശരിയല്ല, പുള്ളിയുടെ നിസ്കാരം ശരിയല്ല, ആകെ ഈ പാപം വന്നത് വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കാനാണ്, ആ നിസ്കരിച്ചതും കൂടെ ഖത്തീബിന് മുഖറിക്കും കൊടുത്തിട്ട് പോകും. പല നാടുകളിൽ ഇതാവസ്ഥ. നിസ്കരിക്കാൻ ആകെ വെള്ളിയാഴ്ച മാത്രമേ ജമാഅത്തിനുള്ള വാക്ക് ബിസിനസ്സും കടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ നിസ്കാരം. അങ്ങനെ പള്ളിയിൽ വന്ന് വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു കുറ്റകൃത്യങ്ങളും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഗൗരവമായി വെള്ളിയാഴ്ച പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നിസ്കാരം കഴിഞ്ഞ് പോണ വീട്ടിൽ എന്താണ് കമ്മിറ്റിക്കാരോട് പറയും, മൊയ്ലാരുടെ ഓത്ത് ശരിയല്ല, കുത്തുബ ശരിയല്ല, അവിടെ ഇച്ചിരി കുറവുണ്ട്, ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട്. ഒരു കാര്യം, നിങ്ങൾ വന്ന് നിസ്കരിച്ചത് ഖത്തീബിനെ കിട്ടി, മുഖറിയുടെ പറയാൻ ഒരു കാര്യമില്ല. ആ ദിവസം പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുത്തുബ ഓതുന്ന സമയത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്നവന് പോലും കുത്തുബ കിട്ടൂല. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നബിതങ്ങൾ പറയുന്നു, ഈ പണ്ട് കാലത്ത് പള്ളിയുടെ ഉള്ളിൽ ചരൽക്കല്ലുകൾ കാണാം. അങ്ങനെ കുത്തുബ ഓതുന്ന സമയത്ത് ആ ചരൽക്കല്ലുകളെ പോലെ ഇങ്ങനെ തൊടാനോ മാന്താനോ അനങ്ങാതെ സസൂക്ഷ്മം പള്ളിയിൽ വരുന്ന മലക്കുകളുടെ പണി എന്താ, ഖത്തീബിന്റെ കുത്തുബ ഓതി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കില്ല.
അപ്പൊ മലക്കുകളുടെ പണി അവർ അതുവരെ എഴുതി വെച്ചിരുന്ന മലക്കുകൾ അതെല്ലാം കെട്ടിപ്പൂട്ടിന് കുത്തുപോകുന്നത് നിസ്കരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാം. ഇതിനാണ് കൂലി എന്ന് മലക്കുകൾ പഠിപ്പിച്ചു തന്നു. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആനിൽ തന്നെ അല്ലാഹു ഒരു സൂറത്തിന് തന്നെ ജുമാ എന്ന പേരിട്ടു. എന്നിട്ട് തന്നെ അല്ലാഹു പഠിപ്പിച്ചു തന്നു, നിങ്ങളെല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്, അല്ലാഹുവിന് നന്നായി അറിയാം. എല്ലാവരും ബിസിനസ്സുകാരും കച്ചവടക്കാരൊക്കെയാന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. എന്നിട്ട് അതെല്ലാം നിങ്ങൾ അവിടെ ക്ലോസ് ചെയ്യണം. നിങ്ങളുടെ കച്ചവടങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും ഖൈറാണ്. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഗീബത്ത് പറയല്ലേ, നിങ്ങൾ നമീമത്ത് പറയല്ലേ, നിങ്ങൾ ഏഷണി പറയല്ലേ, നിങ്ങൾ പരദൂഷണം പറയല്ലേ. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ ശഫീഉനാ റസൂലുള്ളാഹി. വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് ഗീബത്ത് പറയൽ. എനിക്കിഷ്ടമില്ലാത്തത് എന്റെ ഒരു കുറ്റം നിങ്ങൾ എന്നെ കേൾക്കാതെ മറ്റൊരാളോട് പറയുന്നത് ഗീബത്താണ്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മാത്രമല്ല ഈ ദുനിയാവിലെ 7 വൻപാപങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയ 3ാമത്തെ കൊലപാതകമുണ്ടല്ലോ, ആ കൊലപാതകം പോലെയാണ് അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ കുറ്റങ്ങൾ നിങ്ങൾ പറയേണ്ടത് എന്നോടാണ്. ഞാനാണ് തെറ്റുകൾ തിരുത്തേണ്ടവൻ, ഞാനാണ്. എന്റെ കുറ്റങ്ങൾ നിങ്ങൾ പറയേണ്ടത് മറ്റുള്ളവരോടല്ല. ചായക്കടയിലല്ല, ബീഡിക്കടയിലല്ല, അങ്ങാടിയിലല്ല. എന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയേണ്ടത് എന്നോടാണ്. ആ കുറവുകൾ നികത്തേണ്ടത് ഞാനാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ പറയുന്നത് ഗീബത്താണ്, മറ്റൊരാളുടെ പച്ചയിറച്ചിയാണ്. ഖുർആൻ പറയുന്നു, അയുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മഹി. അയുഹിബ്ബു അഹദുക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അയ്യകുല ലഹ്മഹി. തന്റെ സഹോദരന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ? അതിനെ നിങ്ങൾ വെറുക്കുന്നില്ലേ? എന്നാൽ അപ്രകാരം ഗീബത്തിനെയും അതുപോലെ തന്നെ നമീമത്തിനെയും കളവിനെയും ഏഷണിയെയും പരദൂഷണത്തെയും നിങ്ങൾ ഉപേക്ഷിക്കണേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ ആ ദിവസം നിങ്ങൾ ഒരു കുറ്റം ചെയ്യാൻ പാടില്ല. കാരണം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു അടച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെയാണ് ലോകം അവസാനിക്കുന്നത്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും മഹാശറ വിളിക്കാനായി മുഖ്രി ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കേട്ട് 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 നമുക്ക് 7 വയസ്സുള്ളപ്പോ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. അന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് മഹാശറയിലും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മഅശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ്. അല്ലയോ മുസ്ലിം സമൂഹമേ, അല്ലയോ മുഅ്മിനീങ്ങളെ, എന്താ പറയുന്നത്? മഅശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ്, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. വെള്ളിയാഴ്ച ദിവസം എന്നത് നിങ്ങൾ നിസാരമായി കാണരുത്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ, ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഫക്കീറന്മാരുടെ പെരുന്നാൾ ദിവസമാണ്, ഹജ്ജിന്റെ ദിവസമാണ്. വഈദുൽ മസാകീൻ, മിസ്കീന്മാരുടെ പെരുന്നാൾ ദിവസമാണ്. ഫക്കീറന്മാരുടെ ഹജ്ജിന്റെ ദിവസമാണ്. മാത്രമല്ല അന്നത്തെ പ്രത്യേകത, ഒരു വിശ്വാസി, സത്യവിശ്വാസി രാത്രിയിലുള്ള നിസ്കാരത്തിൽ മാത്രമാണ് ഉറക്കെ ഓതുന്നത്.
വിശ്വാസി ഓതുന്നത് ഉറക്കോതുന്നത് രാത്രിയിലുള്ള നിസ്കാരത്തിലാണ്. മഗ്രിബിലും ഇശായിലും സുബഹിയിലുമാണ് ഉറക്കോതുന്നത്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിലും ജുമുഅ നിസ്കാരത്തിലും അതിന്റെ പകലിൽ തന്നെ ജമാഅത്ത് ജഹറാക്കിയാണ് ഇമാം നിസ്കരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? വെള്ളിയാഴ്ചയെ പരിഗണിക്കണേ. മാത്രമല്ല മുഅദ്ദിൻ വിളിച്ചു പറയുന്നു, അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള്. ഇമാം ഓതുന്ന ഖുതുബയുണ്ടല്ലോ, യഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള്. 2 റകഅത്തുള്ള നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് ഖുതുബ. അത് അവിടെ കയറിയിരുന്ന കത്തോതി തീർക്കേണ്ട ആവശ്യമില്ല. ഖുതുബക്ക് സുന്നത്തുകളുണ്ട്, അതിന് ഫർളുകളുണ്ട്, അതിന് ശർത്തുകളുണ്ട്. ഈ മിമ്പറിൽ കയറിയിരുന്ന ഖുതുബ മുഴുവനും A to Z ആദ്യം മുതൽ അവസാനം വരെ കത്തോതി തീർക്കണമെന്ന് ഒരു കിതാബിലും പറയുന്നില്ല. ഇസ്ലാമിന്റെ പരമോന്നതമായ ഫിഖ്ഹി മസലകളിൽ, ഫിഖ്ഹി നിയമങ്ങളിൽ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമാണ് തുഹ്ഫ എന്നുള്ളത്. ഇവിടെയുള്ള ഉസ്താദുമാര് ബിരുദാനന്തര ബിരുദത്തിനും പോകുമ്പോൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമാണ് തുഹ്ഫ. ആ തുഹ്ഫയിൽ പറയുന്നു, ഖുതുബ നിങ്ങൾ ചുരുക്കണമെന്നാ. ഇവിടെ ഒരു പണ്ഡിതന്മാർക്കും എതിരഭിപ്രായമില്ല. ഖുതുബയിൽ സുന്നത്തുകളുണ്ട്, ഖുതുബയിൽ അതിന്റെ ശർത്തുകളുണ്ട്, ഖുതുബയിൽ അതിന്റെ ഫർളുകളുണ്ട്. ഇതെല്ലാം വീടിയാൽ ആ ഖുതുബ സഹിഹാണ്. ഖുതുബ അവിടെ മിമ്പറിൽ കയറി ഇരുന്നുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കത്തോതി തീർക്കണമെന്ന് ഒരിക്കലും ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കുന്ന ജുമുഅ നിസ്കാരത്തെക്കാൾ 2 റകഅത്ത് നിസ്കാരത്തെക്കാൾ അത് കൂടാൻ പാടില്ല. പിന്നെ അവിടെ കയറുന്ന കർത്തം കയറുന്ന കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നവർ അവർക്ക് കിട്ടുന്ന സുവർണാവസരമാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം. ആ നിസ്കാരം നിങ്ങൾ പാഴാക്കരുത്. ഇമാമിന്റെയോ മുക്രയുടെയോ അല്ലെങ്കിൽ പള്ളിയുടെയോ ആരുടെയോ കുറ്റം പറയേണ്ട ദിവസമല്ല. അന്ന് ജുമാക്ക് നിങ്ങൾക്ക് ലഭിച്ച കൂലി സലാം പറഞ്ഞു പോകുമ്പോ എന്തുകൊണ്ട് ഖത്തീബാണ്, എന്തുകൊണ്ട് മുക്രിയാണ് ഒരാളോട് ചോദിച്ചാൽ അവന്റെ അന്നത്തെ നിസ്കാരം മുഴുവനും ഖത്തീബിന് കിട്ടി. അതുകൊണ്ട് കുറ്റങ്ങൾ പറയേണ്ടത് എനിക്ക് കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉണർത്തണം. മറ്റൊരാളുടെ കുറവുകളാണെങ്കിൽ അത് പരിഹസിച്ചുകൊണ്ട് മറ്റൊരാളോട് പറയൽ സിന എന്ന വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഉളുഹിയ്യത്തിന്റെ സമയമാണ്. അല്ലാഹു തന്ന നിഅമത്തുകൾ അത് എല്ലാവരോടും പറയണമെന്നുമാണ്. നിയമത്തെ എല്ലാവരോടും പറയണം, അത് പ്രകടമാക്കണം. ഒരു സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു, മോശമായ ഒരു ഷർട്ട് കൊണ്ട്. നബി തങ്ങളുടെ സദസ്സിൽ മോശമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സദസ്സിലേക്ക് ഒരു സമ്പന്നനായ ആളാണ് കയറി വന്നത്. പക്ഷേ അയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു മെനയില്ല. പണ്ട് 5-10 കൊല്ലം മുമ്പ് പഴയ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നബി തങ്ങളുടെ സന്നിധിയിലേക്ക് അയാൾ കയറി വന്നു. കയറി വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, അയാളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് മാലില്ലേ, നിനക്ക് മുതലില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുതലുണ്ട്. എന്തെല്ലാം മുതലുകളാണ് നിനക്ക് അല്ലാഹു തന്നത്? അദ്ദേഹം പറഞ്ഞു, മിനൽ ഇബിലി, എനിക്ക് കുതിരയുണ്ട്, ഒട്ടകമുണ്ട്, അതുപോലെ തന്നെ കുതിരയുണ്ട്, അതുപോലെ തന്നെ ആടുകളുണ്ട്, അതുപോലെ തന്നെ എനിക്ക് വേല ചെയ്യാൻ വേലക്കാരും എന്റെ കുടുംബം എന്താണ് എനിക്കുണ്ട്, അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് അല്ലാഹു തആല തന്ന സമ്പത്തുണ്ടല്ലോ, അതൊരിക്കലും നിനക്ക് പൂഴ്ത്തി വെക്കാനുള്ളതല്ല. ആ ഇസ്സത്ത് നീ നിന്റെ ജീവിതത്തിൽ പ്രകടമാക്കാനുള്ളതാണ്. അല്ലാഹു തന്ന ഈ സമ്പത്ത് മുഴുവനും നീ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഇതെല്ലാം നിനക്ക് തന്നത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ സമ്പത്തിൽ നിന്നും നീ ഉളുഹിയ്യത്ത് ഇറക്കുന്നത് പോലെ തന്നെ നല്ല മാന്യമായ ഭക്ഷണത്തിലും അതുപോലെ വസ്ത്രത്തിലും നല്ല ഇസ്സത്തോടെ, നല്ല ആഫിയത്തോടെ, നല്ല ആര് കണ്ടാലും നല്ല പ്രൗഢിയോടെ കൂടി നിനക്ക് തന്ന സമ്പത്തിനെ നീ ചെലവഴിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നമ്മുടെ സമ്പത്ത്, അള്ളാഹു തന്ന സമ്പത്ത് ഉലഹിയത്തിൽ നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ്. അള്ളാഹു തആല തന്ന സമ്പത്ത് ഉലഹിയത്തിന് വിനിയോഗിച്ചില്ല എങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നശിച്ചു പോകും. എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ അള്ളാഹു തആല നിങ്ങളിലേക്ക് നിശ്ചയിക്കും. എന്നിട്ട് ഒരു മലക്ക് പറയും, എന്താണ് മുൻഫിക്കൻ ഖലഫൻ, അല്ലാഹുവേ ആ മലക്ക് പറയും, ധാരാളം ചെലവഴിക്കുന്നവൻ, ഇവനൊരു പ്രതിനിധിയെ നീ ഭൂമിയിൽ ഉണ്ടാക്കണമെന്ന് പറയും. അതായത് വാപ്പ നല്ല ദാനധർമ്മിയാണെങ്കിൽ മക്കളും നല്ല ദാനധർമ്മിയാവാൻ കാരണം ഇതാണ്. എല്ലാ ദിവസവും ഭൂമിയിലേക്ക് വരുന്ന 2 മലക്കുകളിൽ ഒരു മലക്ക് പറയും, എന്താണ്, ഇവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണം. ഇവൻ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നവനാണ്, ഇവനൊരു പ്രതിനിധി ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഭൂമിയിൽ അള്ളാഹു തആല അവന്റെ സമ്പത്ത് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു പ്രതിനിധിയെ ഭൂമി കൊടുക്കും. രണ്ടാമത്തെ മലക്ക് പറയണത് എന്താണെന്നറിയോ? ഇവൻ ചെലവഴിക്കാതെ പിശുക്കനായി വച്ചുകൊണ്ടിരിക്കാതെ ഇവന്റെ മുതൽ നശിപ്പിക്കണം, തലമുറയുടെ വരാൻ പോകുന്നതിന്റെ മുതൽ നശിപ്പിക്കണം എന്ന് ആ മലക്ക് വിളിച്ചു. അപ്പൊ അതുകൊണ്ട് സമ്പത്ത് നിന്ന് അള്ളാഹു തആല നന്നായി ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.